രാജസ്ഥാനിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു രാജ്യസഭാ അംഗത്തെ ജയിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കി കെ.സി. വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നതിനെ ന്യായീകരിച്ച് വി.ഡി. സതീശൻ. രാജ്യസഭയിലെ മാറ്റങ്ങൾ സ്വാഭാവികമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. നമ്മളിപ്പോൾ നോക്കുന്നത് എന്താ, ഇന്ത്യയിലെ ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് ചിലപ്പോൾ എം.എൽ.എമാർ മത്സരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ രാജ്യസഭാ അംഗങ്ങൾ മത്സരിക്കും, പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കും. ഞങ്ങളിപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക, ലോകസഭയിലേക്ക്. ഞങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല ഒരു പാർട്ടി ചെയ്യേണ്ടത്. അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. ഞങ്ങൾ സംഘപരിവാർ ഗവൺമെൻറ്റിനെ താഴെ വീഴ്ത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, പരമാവധി ലോകസഭ. അപ്പം ഞങ്ങളാണ്, കേരളത്തിലെ പാർട്ടിയാണ് പറഞ്ഞത്, ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിനെ മത്സരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് കെ.സി. വേണുഗോപാലാണ്. ഞങ്ങളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയോട് ബന്ധപ്പെട്ടും കോൺഗ്രസ് പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു. ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കാൻ അനുവദിച്ചത്. ഞങ്ങൾക്ക് അവിടെ നിർത്താൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സീറ്റാണ്, ചെറിയ വോട്ടിന് തോറ്റുപോയ സീറ്റാണ്. ആ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കണ്ടേ ആലപ്പുഴ? അല്ല, അതൊക്കെ രാജ്യസഭയിലൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ അതിൽ വ്യത്യാസം വരുമല്ലോ. സച്ചിൻ ചേരുകയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സച്ചിൻ, അതായത് ഈ രാജ്യസഭയിലേക്ക് മാറ്റങ്ങൾ സ്വാഭാവികം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് സ്വാഭാവികമെന്ന ന്യായീകരണമാണ് പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ന്യായീകരണം അത്ര സുഖകരമായൊരു കാര്യമാണ്. കാരണം രാജ്യസഭയിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷത്തിന് ഇനി 4 സീറ്റുകൾ കൂടി മതി. ഇനി കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അനായാസം ബി.ജെ.പിക്ക് ഒരു സീറ്റ് രാജസ്ഥാനിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ബി.ജെ.പിക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ പോലും ഒരിക്കലും ഉണ്ടാവരുത് എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ കോൺഗ്രസ് അതിനെ ന്യായീകരിക്കുന്നു, അതിനെ വളരെ ലാഘവത്തോടെ കാണുന്നു. തീർച്ചയായും മനു പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് കോൺഗ്രസിന്റെ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കെ. സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതിൽ കാര്യം സംശയമില്ല. കാരണം ദേശീയ നേതാക്കൾ അടക്കം ഈ മൃദു ഹിന്ദുത്വ നിലപാടിന് കൂട്ടുനിന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഈ കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുമായി ആലോചിച്ചിട്ടാണ് കെ.സി. വേണുഗോപാലിനെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, കെ.സി. ജയിച്ചാൽ രാജസ്ഥാനിലെ ബി.ജെ.പി ഒരു അനുകൂലമായിട്ട് ഒരു എം.പി ഉണ്ടാകില്ല എന്ന് ചോദിച്ചപ്പോൾ ആ രാജ്യസഭയിലെ മാറ്റങ്ങൾ സ്വാഭാവികമാണെന്ന വിചിത്ര വാദവും വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ലോക്സഭയിലേക്ക് പരമാവധി കോൺഗ്രസിന്റെ എം.പിമാരെ എത്തിച്ചുകൊണ്ട് ബി.ജെ.പിയെ താഴെ ഇറക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതുപോലെ തന്നെ കെ.സിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ദേശീയ നേതൃത്വത്തിനോട് ചുമത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കെ.സി. വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴയിൽ തീരുമാനിച്ചത്. പക്ഷെങ്കിൽ അതിന് ന്യായീകരണവുമായി പറഞ്ഞ വാദങ്ങളെ പരിശോധിക്കുമ്പോഴാണ് വിചിത്രം എന്ന് തോന്നുന്നത്. കാരണം കേരളത്തിൽ LDFന്റെ മന്ത്രിയായിട്ടുള്ള കെ. രാധാകൃഷ്ണൻ മത്സരിക്കുന്നില്ലേ? അയാൾ എന്തുകൊണ്ട് മത്സരിക്കുന്നു? അയാൾ എന്തിനാണ് എം.പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യം കെ.സി. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സച്ചിൻ. കാരണം കെ. രാധാകൃഷ്ണൻ ഇപ്പോൾ കേരള മന്ത്രിസഭയിൽ നിന്ന് ആലത്തൂർ മണ്ഡലത്തിൽ പാർലമെന്റിൽ മത്സരിക്കാൻ പോയാൽ ഇവിടെ ബി.ജെ.പി വരുന്നൊരു സാഹചര്യം പോലും ഉണ്ടാകുന്നില്ല. അത് വ്യക്തമായ കാര്യമാണല്ലോ. അപ്പോൾ ബി.ജെ.പി വരാനുള്ളൊരു സാഹചര്യം രാജസ്ഥാനിൽ ഒരുക്കി വച്ചിട്ട് കേരളത്തിൽ ബി.ജെ.പിക്ക് വിദൂര സാധ്യത പോലും ഇല്ലാത്തൊരു ഉദാഹരണം എടുത്തുകൊണ്ട് മറുപടി പറയുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഈ വിഷയങ്ങളെ സമീപിക്കുന്നത് എത്രമാത്രം ലഘുവായിട്ടാണ് അല്ലെങ്കിൽ ലാഘവത്തോടെയാണ് എന്നതിൻ്റെ കൂടി ഉദാഹരണമാണത്. അവർക്കൊന്നൊരു വിഷയമേ അല്ല. അതെ, അതാണ് ഇത്തരത്തിലൊരു വിചിത്രമായ വാദം. കാരണം കേരളത്തിനകത്ത് ഇത്തരത്തിലൊരു മന്ത്രി മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ ബി.ജെ.പിക്കെതിരെയുള്ള ഒരു ഇതുമായി ചേർത്ത് വി.ഡി. സതീശനെ പോലുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് പറയുമ്പോൾ തന്നെ നമുക്കതിൽ എന്താണ് കേരളത്തിലെ കോൺഗ്രസുകാർ കേന്ദ്രത്തിലെ ബി.ജെ.പിയോട് സ്വീകരിക്കുന്ന നിലപാട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടെ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും ഈ കേരളത്തിലെ കോൺഗ്രസുകാരുടെ നിലപാടിനൊപ്പം ദേശീയ നേതൃത്വവും നിന്നു എന്നതും നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ശരിയാണ്, വ്യക്തമാണ് സച്ചിൻ. ഏതായാലും അത്തരത്തിലുള്ള ന്യായീകരണമൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്
രണ്ടാമത്തെ വിഷയം, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായ ഒരു ചർച്ച ഉണ്ടാകാൻ പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ സാഹചര്യത്തിൽ ഇടവരരുതായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ അത്തരത്തിലൊരു ചർച്ച പോലും രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു എന്നതും ഈ സംഘപരിവാറിനോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ ഭരണകൂടത്തോട് അവർ സ്വീകരിക്കുന്ന മൃദു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണണം. വിവരങ്ങളാണ് സച്ചിൻ നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയെക്കുറിച്ചുള്ള.